ഉപ്പും മുളകും എന്ന പരിപാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഇഷ്യൂസും അവിടുത്തെ ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന അതിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ബാലു നീലുവായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന നിഷ സാരംഗായാലും ശരി, ബിജു സോപാനം പോലും അവർക്കെതിരെ കുറേയധികം കാര്യങ്ങൾ വ്യാജമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ നേരത്തെ എന്താ പറയുക, ബിജു സോപാനത്തിനെതിരെ ഓൾറെഡി ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, ഒരു നടി ഉണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, തന്നെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം അധികം റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇൻ്റർവ്യൂ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ആ ഒരു സ്ത്രീ ആരാണെന്നോ ഒന്നും തന്നെ വെളിപ്പെടുത്തി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആരാണ് തന്നോട് എന്തെങ്കിലും ചെയ്തതെന്ന് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ തനിക്കറിയാം, കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് കുറേ പേര് നിഷ സാരംഗ് ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അത് പുള്ളിക്കാരൻ ഫുള്ളായിട്ട് കൺഫേം ചെയ്തിട്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ചോദിച്ചൊരു കാര്യം, നിങ്ങളുടെ മക്കളെന്ന് പറയുന്നത്, അതായത് അതിൽ അഭിനയിക്കുന്ന അവർ എന്താണ് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞില്ല, അവരെൻ്റെ മക്കളെ പോലെ തന്നെയാണ്, പക്ഷേ എന്നാലും അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കും, ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും തന്നെ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അവരൊന്നും എന്താ പറയുക, ഇതിനെപ്പറ്റി ഒന്നും തന്നെ സംസാരിക്കാഞ്ഞത്. അല്ലാതെ വേറെ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, അവരെൻ്റെ മക്കളെ പോലെ തന്നെയാണല്ലേ, അവർക്ക് എന്നോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ സാഹചര്യം ഇതേ രീതിയിലായതുകൊണ്ട് മാത്രമാണ് അവർ സംസാരിക്കാഞ്ഞത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല. ഇതിനെപ്പറ്റിയും കുറേയധികം ചുറ്റിപ്പറ്റി ന്യൂസ് കിടപ്പുണ്ടായിരുന്നു. ബാലു ഞങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുട്ടികളൊന്നും സംസാരിക്കാത്തത് എന്നുള്ളൊരു കാര്യം. പക്ഷേ അദ്ദേഹം തന്നെ അത് ക്ലിയർ ചെയ്യുന്നുണ്ട്, ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഓരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബാക്കിയുള്ളവർ ന്യൂസ് പറയുന്ന കണക്ക് അങ്ങനത്തെ ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിരുന്നാലും ആ ഒരു സ്ത്രീ ആ നടി ആരാന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഉടനെ തന്നെ ഈ കേസ് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കും എന്നായിരുന്നു ബിജു സോപാനം ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. സോ അതുവരെ എന്തായാലും കാത്തിരുന്നേ പറ്റൂ, അപ്പോഴേ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എന്താണെന്ന് പറയത്തുള്ളൂ.